ഇനി ഒരു പള്ളിയും പൊളിക്കാൻ നിങ്ങൾക്ക് ഒരു രഥയാത്രയും നടത്തേണ്ടതില്ല. നിങ്ങൾക്കിനി ഒരു മസ്ജിദിന്റെയും ക്ലെയിം ഉന്നയിക്കാൻ ശിവലിംഗം തപ്പി പോകേണ്ടതില്ല. നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന ഒരു കളക്ടർ, ഒരു ഡെപ്യൂട്ടി കളക്ടർ ആ സ്ഥലത്തുണ്ടെങ്കിൽ അയാൾക്ക് തീരുമാനിക്കാം ഇത് പ്രോപ്പർട്ടി വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു. അത്രമേൽ ദുർബലമാക്കിയിരിക്കുന്നു വഖഫിന്റെ ട്രിബ്യൂണലിനെ. ബില്ല് കൊണ്ടുവന്നറിയാമോ സുജിയ? ഞാൻ പറയാം. ഇന്ന് അഖിലേഷ് യാദവ് പറഞ്ഞിട്ടുണ്ട് 1000 പേരെ കാണാനില്ല. എവിടെ കാണാനില്ലാത്തത്? ഉത്തർപ്രദേശിലെ കുംഭമേളയിൽ 1000 പേരുടെ ലിസ്റ്റ് എവിടെ? കുടുംബാംഗങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പറഞ്ഞു ഉത്തരത്തിന് പകരം ഇതാ വഖഫ് ബിൽ, ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നു. ഉത്തർപ്രദേശിലെ കുംഭമേളയ്ക്ക് കാണാതായ മനുഷ്യരെ കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ബില്ലായത്. ആദ്യം ആ ബില്ല് കൊണ്ടുപോവാ. ചൈന ഇന്ത്യയുടെ അതിർത്തിയിൽ കടന്നു കയറുമ്പോൾ ആ പ്രദേശങ്ങൾ എത്ര കവർന്നെടുത്തു? അവതരിപ്പിക്കാനുള്ള അല്ലല്ല, ഇതൊക്കെ അവിടെ ചർച്ച ചെയ്ത വിഷയങ്ങളാ സുജിയ. ഇനി 44 ഭേദഗതികൾ പ്രതിപക്ഷം കൊണ്ടുവന്നല്ലോ. എത്ര അംഗീകരിച്ചു? JPC ജഗദംബിക പാൽ പറയൂ. 44 ഭേദഗതികൾ. ആകെ എത്ര ഭേദഗതികൾ അംഗീകരിച്ചത്? 14 ഭേദഗതികൾ. 14 ഭേദഗതികളും കൊണ്ടുവന്നത് ആരാ സുജയ? ഭരണപക്ഷം. പ്രതിപക്ഷം കൊണ്ടുവന്ന 44 ഒരെണ്ണം അംഗീകരിച്ചു സുജയ. ഈസ് ഇറ്റ് എ ഡെമോക്രാറ്റിക് വേ? ഇത് ജനാധിപത്യ രീതിയാണോ? വോട്ടിലിട്ടാണ് അതൊക്കെ തീരുമാനിക്കുക. ഇനി ഞാൻ എന്റെ വാദത്തിലേക്ക് വന്നാൽ, ഇന്ത്യൻ ഭരണഘടനയുടെ അസംബ്ലി